പഴമയുടെ രുചി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയ ചാച്ചൻ ഒരു പുതിയ വിഭവമായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ചാച്ച, ഇന്ന് എന്നാ പരിപാടി? അപ്പം. എന്നാ അപ്പം? മുട്ടയപ്പം. മുട്ടയപ്പം. മുട്ടയപ്പത്തിന്റെ പ്രത്യേകത ഇതിനകത്ത് മുട്ട ഇല്ല, മുട്ട ഇല്ലെന്നുള്ളതാണ്. മുട്ടയില്ലാത്ത ഒരേ ഒരു മുട്ട കൂട്ടി വരുന്ന അപ്പമാണ് മുട്ടയപ്പം. ചാച്ച, ഇന്നെന്നാ പരിപാടി? മുട്ടയപ്പം. മുട്ടയപ്പം. മുട്ടയപ്പം, ഓംപ്ലേറ്റ്. മുട്ടയപ്പം. ഈ മുട്ടയപ്പം ശരിക്കും ചാച്ച ഈ തട്ടുകടയിലെ ഒരു വിഭവമല്ലേ? അതെ അതെ, തട്ടുകടയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റം അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. ചാച്ച, ഇപ്പൊ അതിന്റെ കൂട്ട് എന്തൊക്കെയാ നേരം? ഇപ്പം അരി ഒരു ഗ്ലാസ് എടുക്കുന്നു, ഒരു 1/4 ഗ്ലാസ് ചോറ് എടുക്കുന്നു, 2-3 കഷ്ണം ചുവന്ന ഉള്ളി ഇത് കൂട്ടി അരയ്ക്കുന്നു. അരച്ച് മാവാക്കിയിട്ട് എണ്ണയ്ക്കകത്ത് കോരി ഒഴിച്ചാൽ മുട്ടയപ്പം. മുട്ടയപ്പം. അത് കുറച്ച് വെള്ളം കൂടിയാൽ തട്ടുദോശ. അപ്പൊ അരി കുതിർത്തി അരി വേണ്ട ചാച്ച? കുതിർത്ത പച്ചരി വേണം. ചോറ് ഒരു 1/4 ഗ്ലാസ് ചോറ്, 1 ഗ്ലാസ് അരി, പിന്നെ കുറച്ചൊരു 3 ചുവന്നുള്ളി അല്ലേ, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇത്രയും കൂടി ഉണ്ടെങ്കിൽ മുട്ടയപ്പത്തിനുള്ള. ചാച്ച, ഈ തട്ടുകടയിൽ ഇതിന് ഭയങ്കര തിരക്കാണോ സാധാരണ മുട്ടയപ്പത്തിന്? ഇത് ശരിക്കും എവിടുത്തെ വിഭവമാണ് ഇത് മുട്ടയപ്പം? നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അത് നമുക്കറിയുള്ളൂ. പിന്നെ എവിടെ നിന്നായോ എൻ്റെ ഉത്ഭവം നമുക്കറിയാം. നമ്മളിവിടെ കൊടുക്കുന്ന സാധനമാണ്. നമുക്കിവിടെ മറ്റേ ഡെയിലി മുട്ടയപ്പത്തിന് ആൾക്കാർ വരാറുണ്ടായിരുന്നു അല്ലേ? മുട്ടയപ്പം ബീഫും നല്ല കോമ്പിനേഷൻ അല്ലേ ചാ? മുട്ടയപ്പം ബീഫും അടിപൊളി. ഈ ചില തട്ടുകടയിലെ ഈ മുട്ടയപ്പം നമ്മുടെ ഈ ബീഫിന്റെ അകത്ത് ഇങ്ങനെ മറ്റേ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കി അപ്പം മിക്സ് ചാച്ചൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ബോർഡേലുണ്ടായിരുന്നല്ലോ അപ്പം മിക്സ് ചാച്ച. പിന്നെ ചാച്ചൻ ഇന്നാള് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അതായത് ചാച്ചൻ ഈ മീനെ പിടിക്കുന്ന ഒരു പരിപാടി പറഞ്ഞില്ലായിരുന്നോ പണ്ട്? വട്ടോളി എന്നങ്ങാണ്ട്. വട്ടോലത്തിന്റെ കുരു പറിച്ചിട്ട് ഉണക്കച്ചെമ്മീനും കൂട്ടി വറക്കും. വറുത്തിട്ട് അരച്ച് ഉളിയാക്കും. എന്നിട്ട് അത് വെള്ളത്തിൽ എറിഞ്ഞു കൊടുത്താൽ മീൻ തിന്നും. ആ തിന്നുന്ന മീനെല്ലാം കറങ്ങി കരിക്കൊന്നടിയും ചാവും. അത് അപ്പൊ ശരിക്കും ഈ മീനെ നമ്മൾ പിടിച്ച് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കുഴപ്പമില്ല. ഈ വട്ടോളം ചാച്ച എവിടെയാ കാണുന്നത്? അത് മിക്കവാറും പുഴയണ്ടിക്കൊക്കെ ഇഷ്ടം പോലെയാണ്. പണ്ടൊക്കെ നമ്മൾ പറിക്കുമായിരുന്നു. ആണോ? ഇപ്പൊ പ്രായം കുറവായതുകൊണ്ട് ഇനിയിപ്പോ പേടിയാ, കാട്ടിലൊന്നും അങ്ങനെ പോവുകയല്ല. പ്രായം കുറവാട്ടോ, അമിതാഭ് ബച്ചനെ പോലെ ഉണ്ട്. ചാച്ചാ, ഈ വട്ടോളത്തിന്റെ കായ എങ്ങനെ ഇരിക്കും? വട്ടോളത്തിന്റെ കായ നമ്മുടെ ചെറിയ നെല്ലിക്ക പോലെ, കുഞ്ഞു നെല്ലിക്ക പോലെ. ശരിക്കും പറഞ്ഞാൽ മീനിന് ഏറ്റവും രുചികരമായിട്ട് ഭക്ഷണം കൊടുത്ത ചാച്ചനാന്ന് വേണേൽ പറയാം. കാരണം ചെമ്മീനൊക്കെ കൂട്ടി വറുത്തരച്ച് അല്ലേ, വറുത്ത് പൊടിച്ച് അരച്ച് അവനെ ഗുളി പരുവത്തിലാക്കി ഉരുട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കും. ഇത് ഏത് സമയത്ത് ചാച്ച പിടിക്കുന്നത്? മഴക്കാലത്താണോ ഇത് കൂടുതലും? ഏത് സമയത്ത് വേണമെങ്കിലും വെള്ളമുള്ളപ്പോൾ ഏത് സമയത്ത് വേണം പിടിക്കാൻ. ഊത്ത കയറുമ്പോഴൊക്കെ? ഊത്ത കയറുമ്പോൾ ഒന്നും വേണ്ട, ഊത്ത ഇല്ലാത്ത സമയത്താണ്. അത് കൂടുതൽ തിന്നുന്നത് മടയിൽ കയറിയിരിക്കുന്ന മീനുണ്ട്, അവരത് കൂടുതലും തിന്നുന്നത്. മടയിൽ കയറിയിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ മുഷി അങ്ങനെ കുറെ സൈസ് മീനുകളുണ്ട്. കാരി, മുഷി, ഇതൊക്കെ അത് മടയിലിരിക്കുള്ളൂ. അപ്പൊ ഇവന് ഇതിന്റെ മണം കേട്ട് പുറത്തിറങ്ങി വരും. അത് പറക്കി തിന്നുവെങ്കിൽ ചാവുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ പൊങ്ങി കിടക്കും, പിന്നെ പൊങ്ങി വരും. പറക്കി എടുക്കുന്ന പണി മാത്രമേ നമുക്കുള്ളൂ. ഒരുപാട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറെ കിട്ടും. ആണോ? അത് കുളത്തിലുള്ള പോലെ ഇരിക്കും, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. അപ്പൊ നമ്മള് കണ്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നതേ. ഇല്ലെന്നേ, ഒരു വിഷമൊന്നുമില്ല ചാച്ചാ. പിന്നെ ഈ ഇപ്പൊ ശരിക്കും നമ്മുടെ ചക്ക സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ചക്ക സീസൺ ആകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഭവം എന്തൊക്കെയാ പണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്? ചക്കക്കറി ഉണ്ടാക്കാം. ചക്കക്കറിയോ? അതെങ്ങനെയാ? ചക്ക അരിഞ്ഞ് വേവിച്ച് മല്ലിയും മുളകും തേങ്ങ എല്ലാം കൂടി വറുത്തരച്ച് കറിയാക്കി കടുവൊക്കെ വറുത്ത് നല്ല ഇറച്ചിക്കറി പോലെ ഇരിക്കും ചക്കക്കറി. അതിന് ഇറച്ചി മസാല, ബീഫ് മസാല കൂട്ടും. നല്ല അടിപൊളിയാണ്. ബീഫ് മസാല തോറ്റു പോകും. ബീഫ് മസാല കൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. ആണോ? അതൊന്ന് കഴിച്ചു നോക്ക്, ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ചക്കക്കറി നമുക്കൊരു പുതിയൊരു അറിവാ അല്ലേ? ചക്കക്കറി. പിന്നെ ചക്ക വറക്കുമല്ലേ ചാച്ചാ? ചക്ക വറക്കും. ചക്ക വറുത്തിട്ട് അന്ന് ഇന്നൊക്കെ എന്ന് വെച്ചാൽ ചക്ക വറുത്തിട്ട് ചെറിയൊരു ടീനിൽ, അന്ന് അത്രയും ചെറിയ ടീനിലാണോ വറക്കുന്നത്? അല്ല, പിന്നെ അന്ന് ഉരുളിക്കകത്ത് വറക്കും. എന്നിട്ട് അത് പാളയ്ക്കകത്ത്, കുട്ടിപ്പാളയ്ക്കകത്ത്. അന്നത്തെ സൂക്ഷിപ്പല്ല, കുട്ടിപ്പാളയാണ്. കുട്ടിപ്പാള അന്ന് ഉള്ളു മക്കളെ. കുട്ടിപ്പാളെന്ന് വെച്ചാൽ എങ്ങനെ ചാച്ചാ? പാള കവങ്ങോട്ട് പോയിട്ട് പാള പറക്കി കൊണ്ടുവരും. എന്നിട്ട് അതിങ്ങനെ കൂട്ടി കുത്തി വെക്കും. അതിൻ്റെ മുകളിൽ ഒരു ചിരട്ട വെച്ച് അടയ്ക്കും. അത് അവിടെ നിന്ന് ഉണങ്ങി അതിനകത്ത് മണ്ണ് എന്തെങ്കിലും വാരി നിറച്ച് വെച്ച് ഉണക്കുന്നത്. അത് ഉണങ്ങി കഴിയുമ്പോൾ ചിരട്ട എടുത്ത് മണ്ണ് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുതിയൊരു വായിക്ക് പോലൊരു പാത്രമായി. അതിനകത്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്നാ വാരിയിട്ട് ചിരട്ടയും വെച്ച് അടച്ച്. പണ്ടത്തെ ഭരണി പാത്രം, ചിളവ് കുറഞ്ഞ പാത്രം, അതേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടാനില്ലല്ലോ അല്ലേ? പ്ലാസ്റ്റിക് പാത്രം. അപ്പൊ വീട്ടിലെ അമ്മമാരൊക്കെ അറിയോ,
അന്ന് മുളക് ഇഷ്ടംപോലെയുള്ള കാലമല്ലേ. ഈ മുളക് ഉണക്കാൻ വെയിലിടുമ്പോൾ ഇവരിത് കുറച്ച് വാരും ഈ പാളയ്ക്കകത്ത് തൂക്കി വെക്കും. അപ്പോൾ അവിടെ പാളയിലായിരുന്നു നോക്കിയാലാ. അത് പിന്നെ മഴക്കാലമൊക്കെ ആയി കാശിക്കുന്നൊക്കെ വിഷമമൊക്കെ വരാണെങ്കിൽ കുരുമുളക് അന്നേരം അത് എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. സീക്രട്ട് സ്റ്റോർ റൂമും കൂടെ അല്ലേ അച്ഛാ? അതെ, അങ്ങനെയൊക്കെ സമ്പാദിച്ചൊക്കെ വെച്ച് പറഞ്ഞു. നമ്മുടെ മുട്ടയപ്പത്തിനുള്ള എണ്ണ, മുട്ടയപ്പത്തെ കുളിപ്പിക്കേണ്ട എണ്ണയല്ലേ അച്ഛാ? എണ്ണ തേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മുട്ടയപ്പത്തിന് മാവ് ഒഴിക്കുന്നു. ഒന്നും പറയണ്ട, ഇപ്പം റെഡി. ഇതാ മുട്ടയപ്പം പൊങ്ങി വന്നു. പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരം. പെട്ടെന്ന്. അല്ല, വലിയവർക്കും കൊള്ളാം കേട്ടോ. ഒരെണ്ണം തിന്നാൽ 7 എണ്ണം തിന്നും. അങ്ങനെയല്ലേ? അതാണ് ഇതിന്റെ പവർ. ചാച്ചാ, ഇത് നമ്മുടെ ഹോട്ടലിൽ നമുക്ക് തട്ടുകട ഉണ്ടായിരുന്ന സമയത്ത് എത്ര എണ്ണം വരെ ഉണ്ടാക്കുമായിരുന്നു? ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കാം. 50, 60. അത് തന്നെ തിരക്ക് പോലെ ഇരിക്കും മോനെ. അല്ലേ? ഈ 50 എണ്ണം പോകൂല്ലേ? പോകും. അത്രയ്ക്ക് ആവശ്യമാണ് ഇതിന് ആവശ്യമുള്ളതാ. ഇത് വേറെയുള്ള അപ്പം വയറ് വീർത്ത് വരുന്നുണ്ട് ചാച്ചാ. ഇവനാണ് അപ്പം. ഇവനെ കൊണ്ടുപോയി തിന്നാലുണ്ടല്ലോ, നാളെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി തിന്നൂടാ മക്കളെ. അതാണ്. പെട്ടെന്ന് ആരെങ്കിലും വിരുന്നാരൊക്കെ വരാണെങ്കിലേ പെട്ടെന്ന് പലഹാരം. ഇത്രേ ഉള്ളു പണിയല്ലേ? പണിയുള്ളൂ. ഒരു 1/2 ഗ്ലാസ് അരി എടുക്കുന്നു, അരയ്ക്കുന്നു. ഇതിന് മധുരം ഇല്ലാത്തതുകൊണ്ട് മധുരം ചേർക്കാത്തതല്ലേ? അതെ അതെ, ഷുഗറുകാർക്ക് കഴിക്കാം, ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം. നല്ലതാട്ടോ, ആര് കഴിച്ചാലും നല്ലതാണേ. പിന്നെ എണ്ണയുടെ അടുത്തിരിക്കുമ്പോൾ സൂക്ഷിച്ചിരിക്കും, ചിലപ്പം സംഗതി ഇച്ചിരി അങ്ങോട്ട് പുറകോട്ട് മാറിയിരിക്കുന്നതായിരിക്കും, അതായിരിക്കും ഉത്തമം. അതെ. ഇത് തിന്നേച്ച് വീട്ടിൽ ചെല്ലുക, എന്നിട്ട് അവരോട് പറയുന്നത് ഉണ്ടാക്കി തരണോ. അപ്പം എന്നാ അപ്പം? മുട്ടയപ്പം. മുട്ടയപ്പം കോരുവാണേ. മുട്ടയപ്പം കോരിയിരിക്കുന്നു. നമ്മുടെ മുട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. അമ്മച്ചി ഉണ്ടാക്കാറുണ്ട് ചാച്ചാ? ഇല്ല, അമ്മച്ചിക്ക് പണി ഇല്ല. അമ്മച്ചിക്ക് ചക്ക, കപ്പ, അമ്മച്ചിക്ക് അത് കൂട്ടി പണിയുള്ളൂ. പാവം അമ്മച്ചായിരുന്നേ. അതെ അല്ലേ? ചാച്ചാ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണല്ലോ. അതെ, ഇവനെ എങ്ങനെയാ വരുന്നതെന്നൊക്കെ നോക്കിയതാ പോലെ. മുട്ടയപ്പം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അത് തണുത്തു പോകും. തണുത്താ പിന്നെ മരം പോലെ ആവും. അവൻ്റെ രുചി കിട്ടില്ല. ചാച്ചാ, അപ്പൊ നമ്മൾ മുട്ടയപ്പം ഉണ്ടാക്കി. എന്നാ ഇനി പറയാനുള്ളത്? ഇനി പറയാനുള്ള ഒരെണ്ണം കഴിച്ചു നോക്കിയിട്ട് പറയാം. ഗുണം പറയും, നിങ്ങൾ പറയും. ഞാൻ ഉണ്ടാക്കി തന്നു. ബിന്ദു ചേച്ചി പറഞ്ഞതുകൊണ്ട് ഒരു രക്ഷയില്ല എന്നുള്ള പ്രയോഗം മാറ്റിയിട്ടുണ്ട്, കിടുക്കാച്ചാക്കിയിട്ടുണ്ട്. ചാച്ചാ ഇഷ്ടപ്പെട്ടില്ലേ? തകർത്തു. വരവ് വെച്ചിരിക്കുന്നു. അല്ല, ബീഫും കൂടെ ഉണ്ടല്ലോ. പൊളിക്കായിരുന്നു അങ്ങോട്ട്. ഈ മീശ പോകാണ്ട് ബീഫ് തൊടിയാറ. അപ്പൊ ചാച്ചനുണ്ടാക്കിയ മുട്ടയപ്പം അതിഗംഭീരാണ്. ചേച്ചി പറഞ്ഞത് കിടുക്കാച്ചായിട്ടുമാണ്. എല്ലാവരും കഴിച്ചു നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന പണിയുള്ളത്. 5 മിനിറ്റ് അത്രേ ഉള്ളൂ. നമ്മൾ ഈ പുറത്തു പോയിട്ട് ഈ വേണ്ടാത്ത ഭക്ഷണവും കഴിക്കേണ്ട കാര്യം നമ്മൾ വീട്ടിൽ തന്നെ മായമില്ലാത്ത നമുക്ക് സ്വന്തം ഉണ്ടാക്കാം, ഇഷ്ടപ്പെട്ട അപ്പം ഉണ്ടാക്കി കഴിക്കാം. അതെ അതെ അതെ. 4 മണി ചായക്കൊക്കെ അടിപൊളി സൂപ്പറാ. എന്നാ രസമുണ്ടോ നോക്കി. ഏത് വേണ്ടാത്തവരും തിന്നും. അതെ 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 അതെ. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കി. പ്രായമായവരൊക്കെ പ്രത്യേകിച്ചു പ്രത്യേക രുചിയാ. അതെ അതെ, ഏതപ്പം വേണ്ടാത്തവരും. എല്ലാവരും കഴിച്ചു നോക്കണം. എല്ലാവരും കഴിച്ചു നോക്കണം. അടിപൊളി അപ്പമാണ്. മുട്ടയപ്പം എന്ന് പറഞ്ഞ നിമിഷം കൊണ്ട് ഉണ്ടാക്കാം. ചായക്ക് വെള്ളം വെക്കുന്നു, ഇപ്പുറത്ത് മുട്ടയപ്പം ആക്കുന്നു. ചായ റെഡി ആവുമ്പോഴേക്കും മുട്ടയപ്പം റെഡിയാവും. പിന്നെ മുട്ടയപ്പത്തിന്റെ പ്രത്യേകത ഇതിനകത്ത് മുട്ട ഇല്ലെന്നുള്ളതാണ്. മുട്ട ഇല്ലാത്ത ഒരു മുട്ട കൂട്ടി വരുന്ന അപ്പമാണ് മുട്ടയപ്പം. അപ്പോൾ മറ്റൊരു വിഭവമായി കാണുമ്പോൾ ചാച്ച എല്ലാവർക്കും നമസ്കാരം. അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ.